ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ PSC എക്സാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് ആണ് കേട്ടോ. സോ ആദ്യം 2 വീഡിയോ ചെയ്തിരുന്നു ഡയൂററ്റിക്സിന്റെ. എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. 2 പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത്. ആദ്യം ക്ലാസിഫിക്കേഷനും കാർബോണിക് അൺഹൈഡ്രേറ്റ്സും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് തൈസൈഡ്സും അതുപോലെ ലൂപ്പ് ഡയൂററ്റിക്സും നോക്കി. ഇപ്പൊ നോക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് ഡയൂററ്റിക്സും അതുപോലെ പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സും ആണ് കേട്ടോ. സോ ഫസ്റ്റത്തെ ഓസ്മോട്ടിക് ഡയൂററ്റിക്സ്. ഓസ്മോട്ടിക് ഡയൂററ്റിക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓസ്മോട്ടിക് ആക്ഷൻ വഴി ടിഷ്യൂസ് എന്നുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ല്യൂമനിൽ എന്താവും, ഒരുപാട് വാട്ടർ കണ്ടന്റ് ആയി. നമുക്കറിയാം, വാട്ടർ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇലക്ട്രോലൈറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ടാവും, എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് എന്ത് വരുന്നത്, ഡയൂററ്റിക് ആക്ഷൻ ഉണ്ടാവുന്നത്. സോ സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ലൂപ്പോ ഹെൻലിയിലും പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഒരു ഡ്രഗ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ സിലബസിൽ, മാനിറ്റോൾ എന്ന് പറഞ്ഞിട്ട്. സോ മാനിറ്റോൾ ഒരു 6 കാർബൺ ചെയിൻ ഒരു കോമ്പൗണ്ട് ആണ്. നമുക്ക് പറയാം പോളിഹൈഡ്രോക്സി ഷുഗർ ആൽക്കഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ട്രക്ചർ ആരുമായിട്ട് സിമിലർ ആണ്, സോർബിറ്റോളും ആയിട്ട് സ്ട്രക്ചർ സിമിലർ ആണ്. ഓക്കെ, കാർബൺ ചെയിൻ ഉണ്ട്, ഈസിയാണ്. കാർബൺ ചെയിൻ ഉണ്ട്, ദെൻ 6 കാർബൺ വരയ്ക്കുക, ദെൻ CH2OH ടെർമിനൽ എൻഡിൽ വരയ്ക്കുക. ദെൻ ആദ്യത്തെ 2 കാർബണിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അടുത്ത 2 കാർബൺ നടുക്കൾ അടുത്ത 2 കാർബൺ എന്ന് പറഞ്ഞായിരിക്കും റൈറ്റ് സൈഡിലായിരിക്കും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവുക. സോ ഇതാണ് ഏത് സ്ട്രക്ചർ ഓഫ് മാനിറ്റോൾ. ഇനി മാനിറ്റോളിന്റെ യൂസ് എന്ന് പറയുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയറിനും അതുപോലെ കാർഡിയോവാസ്കുലർ ഓപ്പറേഷൻ, ദെൻ സിവിയർ ട്രോമാറ്റിക് ഇഞ്ചുറി, എന്തെങ്കിലും നെഫ്രോട്ടിക് ആന്റി ക്യാൻസർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ് പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ്. അതിലെ ഫസ്റ്റ് വൺ ആണ് സ്പൈറനോലാക്ടോൺ. ഓക്കെ, സ്പൈറനോലാക്ടോന്റെ സ്ട്രക്ചർ നോക്കാം. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്പൈറനോലാക്ടോൺ. അപ്പൊ സ്പൈറനോലാക്ടോന്റെ സ്ട്രക്ചറിൽ ഓക്കെ നമുക്ക് സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും അല്ലെ, സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. സോ ഏതാണ് ഈ ഒരു ന്യൂക്ലിയസ് അല്ലേ സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഫെനാൻഡ്രിന്റെ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ടെട്രാ പെർഹൈഡ്രോ ഫെനാൻഡ്രിൻ ന്യൂക്ലിയസ് ആണ് ബേസിക് ന്യൂക്ലിയസ്. നമുക്ക് പറയുകയാണെങ്കിൽ, സിംപ്ലി പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡൽ ലാക്ടോൺ ആണ് അതിനെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ 17th പൊസിഷനിൽ. അപ്പോൾ ഇത് ബേസിക് ന്യൂക്ലിയസ് പ്രഗ്നൈന്റ് ന്യൂക്ലിയസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൈൻ ഒക്കെ നമ്മൾ സ്റ്റിറോയിഡിന് പഠിക്കാനുണ്ട് യൂണിറ്റ് 4. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അത് പഠിച്ചു കഴിയുമ്പോൾ ന്യൂക്ലിയസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യാനായിട്ട്. സോ ഈ ലാക്ടോൺ റിങ് കൂടെ ലാക്ടോൺ റിങ് കൂടെ എന്തുണ്ട്, അറ്റാച്ച്ഡ് ആണ് 17th പൊസിഷനിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കീറ്റോ ഗ്രൂപ്പ് കാണാം 3rd. ദെൻ സ്റ്റിറോയിഡ് ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലെ, 4-5 പൊസിഷനിൽ ഡബിൾ ബോണ്ട് കാണാൻ സാധിക്കും. ഇനി 7th പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 7th പൊസിഷനിൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അതാണ് ആൽഫ അസറ്റൈൽ സൾഫാനൈൽ ഗ്രൂപ്പ്. ഓക്കെ, ആൽഫ അസറ്റൈൽ സൾഫാനൈൽ ഗ്രൂപ്പ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതാണ് സ്പൈറനോ ലാക്ടോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. സോ ഈ ആൽഡോസ്റ്റിറോൺ ഉണ്ടല്ലോ, ആൽഡോസ്റ്റിറോൺ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് മിനറലോ കോർട്ടിക്കോഡ് റിസപ്റ്ററിലാണ്. അപ്പൊ ഈ ആൽഡോസ്റ്റിറോണിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാഷ്യം ATPase എൻസൈമിൽ ആക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, സോഡിയം ചാനൽ. ഓക്കെ, സോഡിയം ചാനൽ ഉണ്ട്. അപ്പൊ അതിന്റെ സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനെ കൂട്ടുകയാണ് നോർമലി ആൽഡോസ്റ്റിറോണിന്റെ പണി. നമ്മുടെ ഡ്രഗ് ഏതാ, സ്പൈറനോലാക്ടോൺ. സ്പൈറനോലാക്ടോൺ വന്നിട്ട് ആൽഡോസ്റ്റിറോൺ ഇൻഹിബിറ്ററാണ്. അപ്പൊ ആൽഡോസ്റ്റിറോണിനെ മിനറലോ കോർട്ടിക്കോഡ് റിസപ്റ്ററിൽ പോയിട്ട് എന്ത് ചെയ്യില്ല, ബൈൻഡ് ചെയ്യിക്കാൻ സമ്മതിക്കില്ല. സോ എന്ത് ചെയ്യില്ല, സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ സോഡിയം അയൺ റീഅബ്സോർബ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും, യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോവല്ലേ ഉണ്ടാവുക. സോ ഇതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ അതായത് സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്നത് ഒരു ആൽഡോസ്റ്റിറോൺ ഇൻഹിബിറ്റർ ആണ്. സോ എന്ത് സംഭവിച്ചു, സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്തു. ഓക്കെ, ഇത്രയൊന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫോർ സ്പൈറനോലാക്ടോൺ. ഇനി യൂസസ് എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറിനും ഹാർട്ട് ഫെയിലിയറിന് ഡയൂറസിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് സ്പൈറനോലാക്ടോൺ. ഇനി അടുത്ത ഡ്രഗ് നമുക്ക് പഠിക്കാനുള്ളത് ട്രയാംറ്ററിൻ ആണ് കേട്ടോ. ട്രയാംറ്ററിൻ ഈ ന്യൂക്ലിയസ് ഓർക്കുണ്ടോ എന്നറിയില്ല. സോ നേരത്തെ നമ്മളെ മെത്തോട്രിക്സേറ്റ് ഇല്ലേ, മെത്തോട്രിക്സേറ്റിന്റെ ക്ലാസ് ഓഫ് ഡ്രഗില് പഠിക്കുന്നുണ്ട് ബേസിക് ന്യൂക്ലിയസ് ടെറഡിൻ ന്യൂക്ലിയസ് എന്ന് പറയും. ഇതിന്റെ ന്യൂക്ലിയസിന്റെ പേരാണ് ടെറഡിൻ. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. കെമിസ്ട്രി ഓഫ് ട്രയാംറ്ററിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ന്യൂക്ലിയസ് ഒക്കെ എഴുതണം. സോ അതില് ഒരു പിരിമിഡിൻ ന്യൂക്ലിയസും ഒരു പൈറസിൻ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തതിനെ നമ്മൾ പറയും ടെറഡിൻ ന്യൂക്ലിയസ് കേട്ടോ. ടെറഡിൻ ന്യൂക്ലിയസ്. അപ്പൊ ടെറഡിൻ ന്യൂക്ലിയസിലുണ്ട്. സോ ഇതിൽ എന്തുണ്ട്, നമുക്ക് 3 വേക്കൻറ്റ് പൊസിഷനിൽ
NH2 ഉണ്ട്. ഓക്കെ, പൈറസിന്റെ അവിടെ എന്തുണ്ട്, ഒരു ബെൻസീൻ റിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ട്രയാംറ്ററിൻ. ഇനി ട്രയാംറ്ററിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ വന്നിട്ട് എഡിമ അസോസിയേറ്റഡ് വിത്ത് നെഫ്രൈറ്റിക് സിൻഡ്രോം, അതുപോലെ സിറോസിസ് ഓഫ് ലിവർ ആൻഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ട്രയാംറ്ററിൻ. ഓക്കെ, ട്രയാംറ്ററിന്റെ മെക്കാനിസം സിമിലർ ആണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ബ്ലോക്സ് ദ സോഡിയം ചാനൽ, സോഡിയം ചാനലിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ അതുവഴി എന്ത് സംഭവിക്കും, സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനും അതുപോലെ സെക്രീഷൻ ഉണ്ട്, പൊട്ടാഷ്യത്തിന്റെയും പ്രോട്ടോണിന്റെയും സെക്രീഷൻ നടക്കും. ആ സെക്രീഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രഗ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ട്രയാംറ്ററിൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗ് നോക്കാം കേട്ടോ. അത് നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നതാണ് അമിലോറൈഡ്. അമിലോറൈഡ് എന്ന് പറയാം. സോ ഈ ഡ്രഗ് സിമിലർ ടു ട്രയാംറ്ററിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓപ്പൺ ചെയിൻ അനലോഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ പിരിമിഡിനും പൈറസിനും അല്ലേ പറഞ്ഞത്. സോ ഏകദേശം ഇവിടെ ഓപ്പൺ ആയി അല്ലെ, ട്രയാംറ്ററിലാവുമ്പോൾ ഈ റിംഗ് ഓപ്പൺ ആയി. സോ ഇവിടെ എന്ത് ചെയ്യും, ട്രയാംറ്ററിലാവുമ്പോൾ ക്ലോസ്ഡ് ആണ്, ഇവിടെ എന്താ ഈ റിംഗ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അമിലോറൈഡില്. സോ ഒരു ഓപ്പൺ ചെയിൻ അനലോഗ് ഓഫ് ട്രയാംറ്ററിൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയിൻ അനലോഗ് ഓഫ് ട്രയാംറ്ററിൻ. സോ ഇവിടെ ബേസിക് ന്യൂക്ലിയസ് പൈറസിനോയിൽ ഗ്വാനിഡിൻ ആണ്. ഓക്കെ, ഗ്വാനിഡിന്റെ സ്ട്രക്ചർ, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്വാനിഡിൻ. ഓക്കെ, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്വാനിഡിൻ. അപ്പൊ പൈറസിനോയിൽ ഗ്വാനിഡിൻ. അപ്പൊ പൈറസിനോയിൽ, അപ്പൊ ഇവിടെ പൈറസിനോയിൽ എന്ന് പറയാനുള്ള റീസൺ എന്താ, ഒരു കീറ്റോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ സോ വി കോൾ ഇറ്റ് ആസ് എ പൈറസിനോയിൽ. പൈറസിനോയിൽ ഏത് പറയാൻ പറ്റും, പൈറസിനോയിൽ ആണ് പറയാൻ പറ്റുക. ഓക്കെ, പൈറസിനോയിൽ ഗ്വാനിഡിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പറയാം ബേസിക് ന്യൂക്ലിയസ് പൈറസിൻ റിംഗ് ഇവിടെ ഉണ്ട്. ദെൻ കാർബണേറ്റ് ഗ്വാനിഡിയം സബ്സ്റ്റുവന്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ അമിലോറൈഡിന്റെ സ്ട്രക്ചറിൽ വരുന്നത്. ക്ലോറിൻ എഴുതാൻ മറക്കണ്ട. സോ ദിസ് ഇസ് അമിലോറൈഡ്. അമിലോറൈഡ് എല്ല് നമ്മൾ ഓർക്കുമ്പോൾ ക്ലോറിൻ, ക്ലോറൈഡ്, അമിലോറൈഡ്, ക്ലോറൈഡ്. അപ്പൊ എന്താ, ക്ലോറിൻ ഉണ്ട് എന്ന് പറഞ്ഞു ഓർത്തൂടെ ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇനി അമിലോറൈഡിന്റെ മെക്കാനിസം തന്നെയാണ്, സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനെയും പൊട്ടാഷ്യത്തിന്റെ സെക്രീഷനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആക്ട് ചെയ്യുന്നത് ഏതാ, സോഡിയം ചാനലിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഡിയം യൂറിനിലൂടെ പോയി. അപ്പൊ സോഡിയം പോകുമ്പോൾ എന്ത് പോകും, വാട്ടറും പോകും. സോ യൂറിൻ ഔട്ട്പുട്ട് കൂടിയില്ലേ, അപ്പോൾ യൂറിൻ ഫ്ലോ കൂടി, ഔട്ട്പുട്ട് കൂടി. സോ ദിസ് ഇസ് ദ അമിലോറൈഡ് മെക്കാനിസം. ഇനി യൂസസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പോകലീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അമിലോറൈഡ് കൊടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനത്തെ പേഷ്യന്റിലാണ് കൊടുക്കുക, ഹൈ ബ്ലഡ് പ്രഷറും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഈ അമിലോറൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ്. സോ ഇത്രയേ ഉള്ളൂ ഡയറോട്ടിക്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ബാക്കി ആന്റി ഹൈപ്പർടെൻസീവും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ വീഡിയോ ഇടാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.